നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ കുറച്ച് കുക്കിങ്ങും പിന്നെ അത് കഴിഞ്ഞ് വെളിയിൽ ഒന്ന് പോകണം, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ബിസി ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പം എണ്ണീറ്റ് കഴിഞ്ഞ ഉടനെ വെളിയിൽ പോയിട്ട് നമ്മുടെ ചെടിയൊക്കെ വളർന്നു അതൊക്കെ നോക്കുന്ന മെയിൻ ഒരു കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്ന് രാവിലെ എണ്ണീറ്റ ഉടനെ കുടിക്കുന്നത് നമ്മുടെ ജീരകം ഇട്ട വെള്ളമായിരുന്നു. ഇപ്പം അതിനകത്ത് കുറച്ച് കറുവപ്പട്ടയും കൂടി ഇട്ട് ആ ഒരു വെള്ളം കൂടെ ഒക്കെ കുടിച്ചിട്ട് മോളെ വിളിച്ച് ഉണർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് ദീദി. ഗുഡ് മോർണിംഗ്. ജാ വിളിച്ചിട്ട് ദേവൂട്ടി എണ്ണീറ്റില്ല, അതുകൊണ്ട് അപ്പ എണ്ണിക്കുന്നില്ല. അപ്പായ ഞാൻ വിളിച്ചില്ലല്ലോ, നിന്നെയല്ലേ വിളിച്ചേ. നീ എന്താ എണ്ണിക്കാന്? ഇല്ല, ഞാൻ അമ്മ ഒത്തിരി പ്രാവശ്യം വിളിച്ചു, എന്നിട്ടൊന്നും ദൈവം എണ്ണീറ്റില്ല. അതെടാ, അതെന്ത് ലവ് കാണിച്ചു, ലവ് കാണിച്ചു. അങ്ങനെയാണോ? മറ്റേ ലവ് കാണിച്ചു, മറ്റേ ലവ്. അറിയാം, അങ്ങനെ വെച്ചാ ലവ്. എല്ലാവർക്കും ലവ് കൊടുക്ക്, എല്ലാവർക്കും ലവ് കൊടുക്കും. കൊടുത്തു. ഹലോ. എണ്ണീറ്റ് കഴിഞ്ഞിട്ട് ദേവ് വീണ്ടും വന്നാണെങ്കിൽ വെളിയിൽ വന്ന് കിടക്കും കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇന്ന് സാധാരണ ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി റെഡി ആക്കിയിട്ടാണ് അവളെ വിളിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. കുറച്ച് മുട്ടയും പച്ചക്കറിയും എല്ലാം ഉണ്ട് താനും, എന്നാൽ വേഗം ഉണ്ടാക്കുകയും ചെയ്യണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താണ് കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ സവാളയും തക്കാളിയും നന്നായിട്ട് ക്യൂബ്സ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മുടെ ആ ഒരു പാനിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സമയം കൊണ്ട് സവാളയും തക്കാളി നന്നായിട്ട് സോട്ടായിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർക്കും. ഇനി നിങ്ങൾക്ക് സോട്ട് ചെയ്യാതെ വേണേലും ചേർക്കാം. എനിക്ക് പക്ഷേ കുറച്ച് ഒന്ന് വെന്തതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അത് സോട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നത്. ഇനി ഇതെന്തോന്ന് വെച്ചാൽ ബട്ടർ തടവി ഒരു പാനിലോട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. അതായത് 2 ബ്രെഡിന് അതിനകത്ത് വെക്കാം, അതായത് ഇടാൻ പറ്റുന്ന പോലെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് അതിലോട്ടൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് തിരിച്ചിടണം. എന്നിട്ട് പിന്നെ ആ ഒരു ബ്രെഡ് തിരിച്ചിട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് എന്താ പറയുന്നത്, അതൊന്ന് നല്ല കറുമുറ ക്രിസ്പി ആവണം പുറത്ത്. അപ്പോഴത്തേക്കും നമുക്കത് തിരിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഭയങ്കര എളുപ്പമല്ല, എന്നാൽ കുറച്ച് പച്ചക്കറി ഉണ്ട് താനും, മുട്ടയുണ്ട്. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഇനി നിങ്ങൾക്കാണെങ്കിൽ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ചീര കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ സാധാരണ അത് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് ചീര ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോഫിയും മധുരം ഇട്ടൊരു കോഫിയും കൂടെ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. മിക്കവാറും സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കൂ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്, ഇടിയപ്പം, അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഇതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ട്രെയിൻ എങ്ങനെ ഏത് ബലൂണോ വിടാനോ? വിട്. വെള്ളം മോനെ വന്നേ, വെള്ളം കുടിച്ചേ.
ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മോക്ക് അത് കഴിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അവൾക്ക് വെള്ളം ആദ്യം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാം കുടിപ്പിച്ചിട്ട് ഞാൻ സാൻഡ്വിച്ച് കൊടുത്തു കേട്ടോ. ഇതാകുമ്പോൾ കഴിക്കാനും കുട്ടികൾക്ക് എളുപ്പമാണ്. ഇപ്പൊ ദോശയും ചട്നിയും കഴിക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമാണ്. ഇപ്പൊ ലഞ്ച് ബോക്സിനൊക്കെ ആണെങ്കിൽ കൊടുത്തു വിടുവാണെങ്കിലും കുട്ടികൾ പെട്ടെന്ന് തിന്നും കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിസി ബെലെ ബാത്താണ്. സത്യത്തിൽ പറഞ്ഞാൽ സാമ്പാർ റൈസ് എന്ന് വേണേൽ പറയാം, പക്ഷെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബിസി ബെലെ ബാത്ത്. പക്ഷെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ല കേട്ടോ. ആൾക്കാണെങ്കിൽ നമ്മൾ തലേന്ന് മട്ടൻ ബിരിയാണി വാങ്ങിച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആൾ അത് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പം എനിക്കും മോക്കും ഇഷ്ടമുള്ള ഒരു സംഭവം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. ഇതിനുവേണ്ടി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3/4 കപ്പ്, ഞങ്ങൾ 2 പേർക്കുള്ള കണക്കാണ്, 3/4 കപ്പ് നമ്മുടെ ബസ്മതി റൈസിനകത്തോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ തുവരപ്പരിപ്പും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ സമയങ്ങളിൽ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് സവാള, തക്കാളി, അതുപോലെ നമ്മുടെ കിഴങ്ങ്, പിന്നെ അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. ബ്രൊക്കോളിയോ കോളിഫ്ലവറോ ഗ്രീൻ പീസോ ഒക്കെ ഇടാം കേട്ടോ. അപ്പം അത് ഒരു 1.25 കപ്പ് 1.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ എടുത്ത് റെഡിയാക്കി വെക്കണം, കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കർ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച അരിയും നമ്മുടെ ദാലൂടെ ഇടുക. അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതെല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇടണം കേട്ടോ. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ 1/2 ടീസ്പൂൺ ആണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പോടെ ഇടണം. എന്നിട്ട് ഒരു 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 2 വിസിൽ, 2 അല്ല ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കണം. ഇതിനകത്ത് നന്നായിട്ട് നമ്മുടെ അരിയും നമ്മുടെ അതുപോലെ ദാലൊക്കെ നന്നായിട്ട് വേവണം. അതുകൊണ്ട് ഒരു 3 വിസിലെങ്കിലും നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കണേ. സാമ്പാർ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് കൂടാതെ ഒരു ചെറിയ മസാലയും കൂടെ റെഡിയാക്കണേ. അതിനായിട്ട് ഒരു കഷ്ണം പട്ടയും പിന്നെ ഒരു 5 ഗ്രാമ്പും കൂടെ ഇതുപോലെ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ നമ്മളൊരു പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അതിൻ്റെ കൂടെ പോപ്പി സീഡ് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് എള്ളൂടാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മുടെ മിക്സി ജാറിലിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കണേ. അപ്പം കുറച്ച് പൊടിയാനൊക്കെ ബാക്കിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക കേട്ടോ. ഇഷ്ടമാണോ? ദേവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? ഇത് ഇങ്ങനെ ഇരുന്ന് 2 വാട്ടർമെലൺ ഒരുമിച്ചെടുത്ത് ഇന്ന് വന്നു. അയ്യോ, നമ്മുടെ റൈസ് ഒക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കണേ തണുക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകുവാണെങ്കിൽ മിക്കവാറും നമ്മുടെ ആ സിങ്കൊക്കെ നന്നായിട്ട് ഒരു എന്താ പറയുക എല്ലാം എംറ്റി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾക്ക് ഡിഷ് വാഷർ നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ ആദ്യമൊക്കെ അതിനകത്ത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി മാത്രമേ വെക്കത്തുള്ളായിരുന്നു. പക്ഷെ പിന്നീട് അത് വെക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര എളുപ്പമായിട്ടും എല്ലാം ഉണ്ടാക്കിയത് കൊണ്ട് സമയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം കഴുകി വെക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഡിഷ് വാഷറിലൊക്കെ ഇടും കേട്ടോ. നല്ലതായിട്ട് വൃത്തിയാവും. പിന്നെ ചായപാത്രമൊക്കെ മാത്രം നമ്മൾ ഒന്ന് ഉരച്ചിട്ട് നമ്മൾ വെക്കണം. അപ്പം നല്ല ക്ലീൻ ആവും. അപ്പം നല്ല യൂസ്ഫുൾ ആണ് അത്. അപ്പൊ നന്നായിട്ട് വിസിലെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. നല്ല പോലെ മാഷ് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ പൊടികളെല്ലാം ചേർക്കാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പൊടിയുണ്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ആ മസാല, അത് ഒരു 1/2 ടീസ്പൂൺ അത്ര ഇട്ടാൽ മതി കേട്ടോ. അതും ഇട്ടിട്ട് പിന്നെ നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞ് ഒരു 1/4
കപ്പ് ആ പുളിവെള്ളം കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല ഒരു എന്താ പറയുക, നല്ല കട്ടിയായിട്ടല്ല, ഒരു കുറച്ച് എന്താ പറയുക കുഴകുഴാന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല നെയ്യ് ഉണ്ടല്ലോ, നല്ല നെയ്യകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ കപ്പലണ്ടി, പിന്നെ കടുക്, പിന്നെ അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ ബിസിബെലബാത്ത് റെഡി ആട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നെയ്യിൽ തന്നെ വറക്കണം, നല്ല മണം വരത്തുള്ളൂ. ഈ ബിസിബെലബാത്തിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും മിക്സ്ചർ, ബൂന്തിയാണ് ശരിക്കും ചേർക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സ്ചർ ചേർക്കും. എന്തെങ്കിലും ഒരു കറുമുറ സാധനം കൂടെ ചേർത്ത് വേണം കഴിക്കാം, അപ്പം നല്ല ടേസ്റ്റാണ്. ഒന്നും ഇല്ലെങ്കിൽ പപ്പടം എങ്കിലും വറുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് മോളെ ഉറക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിപ്പിച്ച് ഉറക്കിയിട്ട് എനിക്ക് കുറച്ച് തുണി മടക്കിയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞ് മോൾ എണ്ണീറ്റിട്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. എവിടെ പോവാ? പാർക്കിലോ? എന്തിനാ പാർക്കിൽ പോകുന്നേ? ബാഗ് ഉണ്ട്. എവിടാ? ബലൂണിന്റെ ഫോട്ടോ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടോ, കുഞ്ഞിനെയും കൊണ്ട് പാർക്കിൽ പോകാനായിട്ടാണ്. ഇവിടെ അടുത്ത് ഒരുപാട് പാർക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പാർക്കിലാണ് ഇന്ന് പോകുന്നത്. ഇവിടെ പാർക്കിന്റെ സമയവും ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ സമയം മാറിയിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, പല രാജ്യങ്ങളിലും ഡേ ലൈറ്റ് സേവിങ് ആയതുകൊണ്ട് തന്നെ ഒരു രാത്രി 9 മണി വരെയൊക്കെ ഇപ്പം നല്ല വെട്ടമുണ്ട്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പാർക്കിന്റെ ക്ലോസിങ് ടൈം മാറും കേട്ടോ. ഇപ്പോൾ ഒരു 8 മണി വരെയൊക്കെ അത് ഓപ്പൺ ആയിരിക്കും രാത്രിയിൽ. പക്ഷേങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ, നവംബറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഡേ ലൈറ്റ് കുറയും. അതായത് പെട്ടെന്ന് തന്നെ ഇരുട്ടാൻ തുടങ്ങും. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടും. അപ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ ക്ലോസിങ് ടൈം കുറയ്ക്കും. അതായത് ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണി വരെയൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഇൻഡിവിജ്വൽ വീടുകളൊക്കെയാണ്, നമ്മുടെ വില്ല പോലുള്ള വീടുകളൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതൊരു ലേക്കിന്റെ ഒരു സൈഡിലാണ് ഈ പാർക്ക്. ഒരുപാട് പാർക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഈ പാർക്കാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. കാരണം കുറേ കുട്ടികൾക്ക് ഓടി നടക്കാൻ കുറച്ചുകൂടെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ വരുന്നത്. പോവാം, തിരിച്ചു പോവാം. പിന്നെ എന്താ വേണം? കളിക്കണോ? ദേവുവിന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് വരാൻ കേട്ടോ. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങിയ ഒറ്റ ഓട്ടമാണ് ആള്. ബാഗ് പോലും തിരിച്ചു വെക്കാൻ പറഞ്ഞിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ അവസാനം പറഞ്ഞ് ആ ബാഗൊക്കെ ഊരി വെപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിട്ടത്. വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേണ്ട കേട്ടോ. നമ്മള് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആൾക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. പോകുന്നു, ചാടുന്നു, ഏതൊക്കെയോ കുട്ടികളുടെ കൂടെ കളിക്കുന്നു, ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ എല്ലാ ആഴ്ചയും മിക്കവാറും ഞങ്ങൾ വരും. ഒരാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും വരും. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വരാൻ കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട്. തീരെ പൊടി, ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ തീരെ പൊടിയായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഒരു 6 മാസം എഴഞ്ഞ് നടക്കാൻ തുടങ്ങിയ പിള്ളേരെ വരെ അവരിങ്ങനെ ഇവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എഴഞ്ഞ് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്ര ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ കുട്ടികൾ വരെ എല്ലാവരും ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ മോള് വരുമ്പോഴുണ്ടല്ലോ ചെറിയൊരു സ്ലൈഡ് ഉണ്ട്, അതിൽ മാത്രമേ അവള് കയറത്തുള്ളായിരുന്നു. വേറെ ഒന്നിലും കയറാൻ അവൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊക്കെ അവള് കയറാനൊക്കെ പഠിച്ചു. ഇതിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് ഇപ്പം 1-2 എണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിലും കയറുന്നുണ്ട്. വലിയ കുട്ടികൾ കയറുന്ന 1-2 റൈഡുകൾ മാത്രം കയറുന്നില്ല, ബാക്കി എല്ലാത്തിലും കയറാനായിട്ട് നമ്മൾ പഠിച്ചപ്പോൾ ഓരോ തവണ വരുമ്പോഴും കുട്ടികളുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതിനനുസരിച്ച് ഓരോന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ചെറിയ സ്ലൈഡ് തൊട്ട് വലിയ സ്ലൈഡ് വരെ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളെല്ലാവരും.
ഒരു പാർക്കിന്റെ ഒരു ഫുള്ള് വ്യൂ ഇതാട്ടോ. ഈ ഒരു ദൂരെ കാണുന്ന ഒരു ലേക്ക് ഉണ്ടല്ലേ, ഈ ലേക്കിന്റെ ഒരു തീരത്താണ് ഈ ഫുള്ള് പാർക്കും വരുന്നത് കേട്ടോ. ഇവിടെ ഈ ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല, ബേസ്ബോള്, വോളിബോള്, ക്രിക്കറ്റ് എന്നുണ്ട്. അത് വാട്ടർ കൊച്ചു പിള്ളേരുടെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങനത്തെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് കണ്ടിട്ട് നേരെ അവിടെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്, മിനി ലൈബ്രറി ഉണ്ട്. ചുമ്മാ ഞാൻ എപ്പോൾ വരുമ്പോഴും അവിടെ പോയി നോക്കാറുണ്ട്. നമുക്ക് അവിടെ നിന്ന് ബുക്കൊക്കെ എടുക്കാം, നമ്മൾ വായിച്ചിട്ട് എപ്പോഴേലും കൊണ്ട് തിരിച്ചു വെച്ചാൽ മതി. അങ്ങനെ നോക്കിയപ്പോൾ ഇന്നൊരു ബുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു 2 ബുക്ക് ഞാൻ എടുത്തുകൊണ്ട് ഇറങ്ങും കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട 1-2 സാധനങ്ങൾ മാത്രം വാങ്ങിക്കാൻ, അല്ലാതെ ഒരുപാട് വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പൊ ഇവിടെ പബ്ലിക്സ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ പഴം, പാല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളത് വാങ്ങിക്കുന്നത് ഇവിടെ നിന്നൊക്കെ കേട്ടോ. അല്ലാതെ നമ്മളൊരു ഡെയിലി ബേസിസിൽ ഒരു മാസത്തേക്കൊന്നും ഇവിടുന്ന് വാങ്ങിക്കത്തില്ല. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രം നമ്മളിവിടെ വന്ന് വാങ്ങിക്കത്തുള്ളൂ. നമുക്ക് ഇവിടുന്ന് ആദ്യം എടുക്കാനുള്ളത് പഴമായിരുന്നേ. അപ്പൊ നമ്മൾ വെജിറ്റബിളിന്റെ സെക്ഷനിൽ പോയി. ഇവിടെ ഈ ഒരു ടൈപ്പ് പഴം മാത്രമേ കിട്ടാറുള്ളൂ. അല്ലാതെ ഇത് നമ്മുടെ സാധാരണ റോബസ്റ്റ പഴം ഇല്ലേ, അതിന്റെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ നേന്ത്രപ്പഴം ഒന്നും കിട്ടാറില്ല. അതുപോലെ നമ്മുടെ പൂവമ്പഴമൊക്കെ ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റോറിലോ ഏഷ്യൻ സ്റ്റോറിലോ ഒക്കെ കിട്ടാറുണ്ട്. അതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളരിക്ക കൂടെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറില്ല ഉണ്ടമുളക്, അത്രല്ല ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ടേ ഇല്ല, അതും കണ്ടു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഒരു സെപ്പറേറ്റ് സീ ഫുഡ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട നമ്മുടെ മീനുകളൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള മീനൊന്നും കിട്ടത്തില്ല. അല്ലാത്ത കൊഞ്ചൊക്കെ നല്ലതായിട്ട് കിട്ടും. പിന്നെ സാൽമണ്, അങ്ങനെയൊക്കെ ടൂണ, ചില ഫിഷൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും മീനൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോൾ ഫ്രോസൺ കിട്ടാറുണ്ട്, അത് എടുക്കാറുണ്ട്. പിന്നെ അതുപോലത്തെ കുറേ ഏരിയാസ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ തേനിലിട്ട് വെച്ചേക്കുന്ന കണ്ടിട്ടുള്ളത്. പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി, ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അതുപോലെ നമ്മുടെ മുട്ടയൊക്കെ ഇല്ലേ, മുട്ടയുടെ വെള്ളയൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ ക്യാനിൽ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് വെച്ച് മാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. പിന്നെ കാടമുട്ട, അങ്ങനത്തെ ഐറ്റംസ് കുറേ കിട്ടാറുണ്ട്. പിന്നെ ഫ്രോസന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇവിടെ മിക്കവാറും എല്ലാ ആൾക്കാരും ഇതുപോലെ ഫ്രോസൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് നല്ല ഇതാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കന്, അതുപോലെ തന്നെ പ്രോൺസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും അവര്. അപ്പൊ നമുക്ക് ജസ്റ്റ് പോയി ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പോഴേ ഇതുപോലെ ബ്രൗണിയുടെ ചെറിയ ചെറിയ മിനി കപ്പ് കേക്ക് പോലെ കിട്ടാറുണ്ട്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെങ്കിൽ എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും അത് വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറേ ഇവിടെ കൂടുതലും ബ്രൗണി, ക്രസന്റ്, അതുപോലത്തെ എന്താ പറയുക, ഡോണറ്റ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ കണ്ടൊരു സംഭവമാണ് നമ്മുടെ ഏത്തപ്പഴം വറുത്തതുണ്ടല്ലോ, പഴുത്ത ഏത്തപ്പഴം വറുത്തത്, നല്ല ടേസ്റ്റ് ആണല്ലോ അത് ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ ആണ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് തന്നെ ഇവിടെയാണ് കണ്ടത്. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. അവരുടെ എന്താ പറയുക, പൗഡറില്ലേ, മിൽക്ക് പൗഡർ, അങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് കൂടുതലും ആൾക്കാർ നമ്മുടെ ഇതുപോലെ ടിൻ ഫുഡ് ഒരുപാട് കൊടുക്കാറുണ്ട് ആക്ച്വലി. അങ്ങനത്തെ അതിൻ്റെ കുറേ ഓപ്ഷൻസും അവർക്കുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പ്യൂറിയൊക്കെ അവരിതുപോലെ ടിന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കുട്ടികൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് അവർക്ക് എടുക്കാം. സ്ട്രോബെറി എങ്കിൽ സ്ട്രോബെറി, മാംഗോ എങ്കിൽ മാംഗോ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതെന്ന് നോക്കിയെടുത്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് ഫ്രൂട്ടിൻ്റെ പ്യൂരി അല്ലെങ്കിൽ നമുക്ക് ഫിഷിൻ്റെ ഉണ്ട്, അതുപോലെ മീറ്റിൻ്റെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഓരോ ബേബി ഫുഡ്സ് ടിന്നിൽ നമുക്ക് അതായത് ഒരു 6 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ, അധിക സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഷെയ്ക്ക് കുടിക്കാനായിട്ട് പോയതാണ്. എല്ലാവർക്കും ഭയങ്കര ദാഹമായി. മോളും അതുപോലെ തന്നെ കളിയൊക്കെ കഴിഞ്ഞ് വന്നോണ്ട് അവൾക്കും ഭയങ്കരമായിട്ട് ദാഹിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നത്. ഞാൻ വീട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് ഇവിടെ ഒരു പാഴ്സൽ റൂമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ കോഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ മെയിലൊരു ഇത് വരും, മെയിൽ വരും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നമുക്ക് പാഴ്സൽ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ എന്തുവാ ഞാൻ വാങ്ങി എന്നൊക്കെ കാണിക്കാമേ. എനിക്ക് 2 പാഴ്സൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു പാഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു നെയിൽ പോളിഷ് ആയിരുന്നു. ചുമ്മാ വാങ്ങിയ കേട്ടോ, കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ലൈറ്റ് കളേഴ്സേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ റെഡിൻ്റെത് കിട്ടി. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ വാങ്ങിയതാണ്. നല്ല നല്ല കളറുണ്ട് കേട്ടോ. അതൊരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, ലൈറ്റ്. നമുക്ക് പലപ്പോഴും ലൈറ്റ് ശരിക്കും കിട്ടാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അടുക്കളയിൽ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ജനലൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വെട്ടം ഭയങ്കര കുറവാണ്. ഇപ്പം മേളിൽ നിന്ന് ലൈറ്റ് ഇട്ടാലും വെട്ടമില്ല. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു LED സ്ട്രിപ്പാണ് വാങ്ങിയത്. അപ്പം അത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മാത്രം ഓൺ ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് അത് വാങ്ങിയത് കേട്ടോ. അപ്പം എനിക്ക് പൊതുവേ ഈ ഇലക്ട്രിക്കൽ സംഭവങ്ങളിലെ ഒരു സംഭവങ്ങൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു കേട്ടോ. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഓടി വന്നു കേട്ടോ. ആ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഇടാനുള്ള ആ ഒരു സോക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒരു റോള് പോലെ LED കിട്ടും. അപ്പം അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് അത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലൈനിൽ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു റോളായിട്ടാണ് അത് വരുന്നത്. നല്ല എളുപ്പമാണ്. അതിൻ്റെ ബാക്കിൽ ആ ഒരു പശയുണ്ട്. അപ്പം നമ്മളത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഏത് ഭാഗത്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. കൂടിപ്പോയ ഒരു 10 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ. ആ ഒട്ടിക്കുന്ന ആ ഒരു സമയം മാത്രമേ അതിന് വേണ്ടി വന്നുള്ളൂ. അല്ലാതെ ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. ഒരു കുട്ടി എന്താ പറയുന്ന ഒരു വ്ളോഗായിരുന്നു. ഷോപ്പിങ്ങും അതുപോലെ കുക്കിങ്ങും അങ്ങനത്തെ എല്ലാം, അതുപോലെ പാഴ്സലും അങ്ങനത്തെ എന്താ പറയുക അൺബോക്സിങ്ങും എല്ലാം കൂടെ ഉള്ളൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണേ. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാമേ. താങ്ക് യു.